ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഗവർണർ വിവിധ തരം ടൂളുകളിലൂടെ സംഘപരിവാർ വൽക്കരണം, അവരുടെ പൊളിറ്റിക്സ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ്. ചട്ടവിരുദ്ധമായുള്ള നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായി എത്തുകയാണ്. ശക്തമായ ആരോപണം. അതും ചട്ടങ്ങൾ നിരത്തി അക്കമിട്ടാണ് ഡോക്ടർ ഷിജു ഖാൻ അതൊക്കെ വിവരിച്ചത്. രാജേന്ദ്രൻ പന്തളം. സർവകലാശാലകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ കേന്ദ്രങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചട്ടപ്രകാരമുള്ള ഒരു നടപടി തന്നെയാണ് വൈസ് ചാൻസലർ ഗവർണർ വഴി കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതിന്റെ ക്രമത ഹൈയറാർക്കി അനുസരിച്ചാണ്. ഒരു വൈസ് ചാൻസലർ അതാണ് ഇവിടെ ഷിജു ഖാൻ പറഞ്ഞത്. ഒരു ഡെപ്യൂട്ടി പോസ്റ്റിന് അപ്പുറത്തേക്ക് ഒരാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ ആ നടപടി എടുക്കുന്നത് തന്നെ ചട്ടം അനുസരിച്ച് നീങ്ങിയതിന് നടപടി എടുക്കാനാകില്ല. ഇനി നടപടി എടുക്കാൻ തന്നെ അധികാരം ഇദ്ദേഹത്തിനില്ല, വിസിക്കില്ല. ഉള്ള അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണ്. അപ്പോ സിൻഡിക്കേറ്റ് പറയും ഒരു യോഗം വിളിക്കൂ എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും അതെങ്ങനെ, അതെവിടെ, ഏത് ചട്ടത്തിൽ ഉൾപ്പെടും ശ്രീ രാജേന്ദ്രൻ പന്തളം? സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് തീർച്ചയായിട്ടും രജിസ്ട്രാർക്ക് മുകളിലാണല്ലോ വൈസ് ചാൻസലർ. അത് അടിയന്തര സമയമല്ലേ, ഇത് കൂടുന്നുണ്ടല്ലോ. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടില്ലേ? ആവശ്യപ്പെട്ടതുകൊണ്ട് ആൾ കൂടിയാണ് ശ്രീ ഡോക്ടർ ഷിജു ഖാൻ. അങ്ങനെ യോഗം ആവില്ലല്ലോ, അതല്ലല്ലോ. അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയത് കാര്യമില്ല. അദ്ദേഹത്തിനും കൂടെ തോന്നല്ലേ, അദ്ദേഹത്തിന്റെ അധികാരപരിധി എന്ന കാര്യമാണ്. അത് മീറ്റിംഗ് വേണമെന്നും പുറത്തുനിന്ന് നിർബന്ധം ചെലുത്തുക എന്ന് പറഞ്ഞ ഫാഷിസമാണ്. അത് ഫാഷിസമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചായിരിക്കും പ്രവർത്തിക്കേണ്ടി വരിക. ഇന്ന ദിവസം നിങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഫാഷിസമാണ്. അതായത് എന്താണ് ഈ ഫാസിസം എന്നതിന്റെ വാക്ക് അർത്ഥം വളരെ വലുതാണ് ശ്രീ രാജേന്ദ്രൻ. നോക്കൂ, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു പാർട്ടിയുടെ RSSന്റെ കാവിക്കൊടി ഏന്തിയ ഒരു വനിതയെ ഭരണഘടനയിൽ എവിടെയില്ലാത്തൊരു മാപ്പിലൂടെ കൊണ്ടുവന്ന് ഒരു RSS ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് അതിനെ ഭാരതാംബ എന്ന് RSSകാർ വിളിക്കുന്നത് പോലെ മറ്റുള്ളവർ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുപരിപാടിയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് തന്നെ ഇറ്റ്സെൽഫ് ചട്ടവിരുദ്ധമാണെന്നേ. അതാണ് ഭാരതാംബ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെറും ഒരു വരുന്ന ഇപ്പൊ ജിംഷാദ് പറഞ്ഞ വാക്കതാണ്. നിങ്ങൾക്ക് ബഹുമാനമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് RSS ചിഹ്നത്തോടാണ്. കാവിക്കൊടി ധരിച്ച ആ വനിത ഭാരതാംബയാണെന്ന് ഏത് ഭരണഘടനയിലാണ് പറയുന്നത്? എവിടെയാണ് പറയുന്നത്? അത് RSSന്റെ മാത്രം ചിന്തയല്ലേ? RSSന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJP അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഭാരതാംബയെ നാം ഇന്ത്യയിൽ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, പല ഐക്യ സർക്കാരുകളും ഭരിച്ചിട്ടുണ്ട്. നടപടിയാണ്. എന്നെ പറയാൻ അനുവദിക്കാതെ പറയൂ. എറർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമയം തരൂ. ആദ്യം എനിക്ക് പറയാൻ സമയം തരൂ, ഞാൻ പറയാം. അതായത് അവനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ടാഗോറിന്റെ സഹോദര പുത്രനായിട്ടുള്ള ആള് ചിത്രീകരിച്ച ഭാരതാംബയുടെ ചിത്രമാണ്. വ്യക്തികളല്ല. ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു കാവിക്കൊടി ഏന്തിയ വനിത, ആ വനിത ഭാരതാംബയാണ് എന്ന് ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ? ഭാരതാംബ മാപ്പ് ഇന്ത്യ അംഗീകരിച്ച മാപ്പാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അജിംഷാദിനോട്. ഭരണഘടനയുടെ മൂലരൂപത്തിൽ രാമലക്ഷ്മണന്മാരുടെ പടമുണ്ട്. രാമലക്ഷ്മണന്മാരുടെ പടം സാംസ്കാരിക പരമായ പല വൈവിധ്യങ്ങളും അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് വിടൂ. അത് മുമ്പൊക്കെ ചർച്ചയായതാണ്. അത് വിടൂ.